പ്രമുഖ സംഗീതജ്ഞൻ MG രാധാകൃഷ്ണന് തലസ്ഥാനത്തിന്റെ ആദരം. MG രാധാകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങ് നടക്കുകയാണ്. അതിന്റെ തത്സമയത്തിലേക്ക് ആദ്യമായി പാർക്കിന്റെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക യുവജന കാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ നന്ദി ശ്രീ സജി ചെറിയാൻ സാർ. ഈ ചടങ്ങിനെ കൂടുതൽ ദൈവികമാക്കുവാനും പ്രകാശപൂരിതമാക്കുവാനും അടുത്ത ചടങ്ങിലേക്ക് കടക്കാം. വിളക്ക് തെളിയിക്കലാണ്. അതിനായി ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ ക്ഷണിച്ചുകൊള്ളുന്നു. കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രി ശ്രീ സജി ചെറിയാൻ, ശ്രീ ആന്റണി രാജു MLA, മുൻ മിസോറാം ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ, തൈക്കാട് വാർഡ് കൗൺസിലർ ശ്രീ G വേണുഗോപാൽ, സംഗീത കുടുംബത്തെ പ്രതിനിധീകരിച്ച് പ്രമുഖ സംഗീത സംവിധായകൻ ശ്രീ ഔസേപ്പ് അച്ഛൻ, ശ്രീ MG രാധാകൃഷ്ണന്റെ സഹോദരിയും പ്രമുഖ സംഗീതജ്ഞയുമായ പത്മശ്രീ ഡോക്ടർ ഓമനക്കുട്ടി എന്നിവരെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കണ്ടൂടെ സൈഡിലോട്ട് നിൽക്കണേ, സൈഡിലോട്ട് ഒന്നും കണ്ടൂടെ. ഫോൺ താത്തു വെക്കണേ. ചേട്ടാ പള്ളിയിൽ ക്യാമറ പൊക്കല്ലേ ചേട്ടാ. ബാക്കിലോട്ട് വരും എല്ലാവരും. ക്യാമറ കംപ്ലീറ്റ് ഒന്ന് ബാക്കിലോട്ട് വരും. ഒന്ന് ഓട്ട് സ്ഥലമില്ലാത്ത സ്ഥലത്ത് അതാണ് പ്രശ്നം. ബാക്ക് വന്ന് വിളക്ക് തെളിയിച്ച എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി. അടുത്തതായി നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രതിമ അനാച്ഛാദനമാണ്. അതിനായി ബഹുമാനപ്പെട്ട കേന്ദ്ര ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പ് സഹമന്ത്രിയും മലയാള സിനിമയിലെ താരരാജാക്കന്മാരിൽ ഒരാളും അതിലുപരി ശ്രീ MG രാധാകൃഷ്ണനുമായി വളരെ ഊഷ്മളമായ സ്നേഹബന്ധമുണ്ടായിരുന്ന, മേടയിൽ കുടുംബമായി ഇപ്പോഴും സ്നേഹബന്ധം കാത്തുസൂക്ഷിക്കുന്ന ശ്രീ സുരേഷ് ഗോപി അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മറ്റു വിശിഷ്ട അതിഥികളും കൂടെ ചേരുവാൻ ആഗ്രഹിക്കുന്നു. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേ ഭവന്തു സുഖിനഃ,
സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ്. പ്രമുഖ സംഗീതജ്ഞൻ MG രാധാകൃഷ്ണന് തലസ്ഥാനത്തിന്റെ ആദരം. MG രാധാകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങ് നടക്കുകയാണ് തിരുവനന്തപുരത്ത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, BJP മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.